എൻ്റെ പേര് അനന്ത കാർത്തിക. ഞാൻ ട്രിവാൻഡ്രത്തെ എടപ്പഴഞ്ഞിയിൽ ജിമ്മ് നടത്തി വരികയാണ്. ലേഡീസ് ജിമ്മാണ്. ജിമ്മിൻ്റെ പേര് ഫെൻറ്റാസ്റ്റിക് ഫിറ്റ്നസ് ക്ലബ്. 7 വർഷമായി ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിൽ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു. കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് 13 നാഷണൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അത് ഇപ്പോൾ എല്ലാ ലേഡീസും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തുടങ്ങിയതാണ് ലേഡീസ് ജിം. എന്നെപ്പോലെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പഠിച്ചതെല്ലാം ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് 10th വരെ കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു. +1 +2 കാര്യവട്ടത്തായിരുന്നു, മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. കോളേജ് വന്നിട്ട് NSS കോളേജ് നിറമൻകര. ഞാൻ ബേസിക്കലി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്പോർട്സാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 5th 6th ഒക്കെ ആയപ്പോൾ മുതൽ സ്പോർട്സിലുണ്ടായിരുന്നു. കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് 13 നാഷണൽസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു സ്പോർട്സിൽ. ഞാൻ 13 നാഷണൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. NCCയിലുണ്ടായിരുന്നു. അപ്പം കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. ഒരുപാട് ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഗവൺമെൻറ് ജോലിയായിരുന്നു എൻ്റെ എയിം. പക്ഷേ എനിക്കത് കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം അത് ഞാൻ വെറുതെ നിന്ന സമയത്താണ് ഞാനിപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് സ്പോർട്സാണ്. അപ്പോൾ എന്നെപ്പോലെ ബാക്കിയുള്ളവരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു എയിമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഞാൻ ആലോചിച്ച ടൈമിലാണ് നമുക്കൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തോന്നി. അപ്പം ഞാൻ ലേഡീസ് ജിമ്മായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം പൊതുവെ എല്ലായിടത്തും ജിമ്മുണ്ട്, ഒരുപാട് ജിമ്മുണ്ട്. അപ്പം ഈ ലേഡീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലേഡീസ് ജിം തന്നെയാണ്. ആരോഗ്യം വെച്ച് നോക്കുമ്പോഴും അവർക്കൊരു കംഫർട്ടബിൾ എന്ന് പറയുന്നത് ലേഡീസ് ജിം തന്നെയാണ്. അപ്പോൾ ജെൻസ് ഉള്ളപ്പോഴത്തേക്ക് അവർക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ലേഡീസ് ജിമ്മിൻ്റെ ഒരു ഐഡിയ കിട്ടിയതും ഞാൻ സ്റ്റാർട്ട് ചെയ്തതും. 7 വർഷമായി ജിമ്മ് കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പം എൻ്റെ ഒരു എയിം, ഞാൻ മാത്രം ആരോഗ്യത്തോടെ ഇരുന്നാൽ പോരെ, എൻ്റെ ചുറ്റുമുള്ള എല്ലാ ലേഡീസും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു എയിം തന്നെ. നമുക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പം എനിക്ക് അത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ലോൺ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ബാങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബഡ്ജറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് ബാങ്കുകളിൽ ഞാൻ പോയിട്ടും എനിക്ക് നല്ലൊരു സപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അത്ര ഏജുള്ള ഒരാളല്ല, ഏജ് കുറഞ്ഞ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലോൺ തരാൻ തന്നെ ഒരു പേടിയായിരുന്നു. കറക്റ്റ് ലോൺ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കാം എനിക്ക് സപ്പോർട്ട് ചെയ്തത് കാനറ ബാങ്കാണ്. കാനറ ബാങ്ക് എനിക്ക് ലോൺ പാസ്സാക്കി. നമുക്കൊരു ചുമ്മാ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ പോരാ. ജിമ്മിന് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ചെയ്യണം. ആദ്യം നമുക്ക് സ്പേസ് വേണം, നല്ലൊരു സ്പേസ്. പിന്നെ നമുക്ക് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറുതെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്താൽ പോരല്ലോ, എക്യുപ്മെൻറ്റ്സ്, നല്ല ക്വാളിറ്റിയുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെ വേണം. അപ്പോൾ ഞാൻ എടുത്തത് വിവ ഫിറ്റ്നസ്സാണ്. വിവ ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഞാൻ അവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. വിവ ഫിറ്റ്നസിൻ്റെ ഓണർ സനിൽ സാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സാറ്. അപ്പം ആ സാറിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം ശരിയായി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018-ലാണ്. അപ്പം ഈ 2018 ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര നെഗറ്റീവാണ്. എല്ലാവർക്കും അറിയില്ല, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമേ വരുള്ളൂ. നമുക്ക് പോസിറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ തീരെ കുറവാണ്. നമ്മളെടുത്ത് പറയും ഓക്കെ എല്ലാം ശരിയാവും എന്ന് പറയും. പക്ഷേ ഒരിക്കലും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നമുക്ക് നെഗറ്റീവ് നമുക്ക് തരുന്നത്. പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല. എല്ലാവരും പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജിമ്മ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ ജിമ്മെന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ആരുമില്ല, സിംഗിൾ ഓണറാണ്, സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് തന്നെ നടത്തുന്ന ഒരു ജിമ്മാണ്. അപ്പോൾ ലേഡീസ് ജിമ്മ് ഒരു ലേഡി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പാടുള്ളൊരു കാര്യമാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത സമയം ഒരു 2018 ജൂലൈ 13 ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് DPI ജംഗ്ഷനിലാണ്. DPI ജംഗ്ഷൻ വഴുതക്കാട് ട്രിവാൻഡ്രത്ത്. പക്ഷെ പല സാഹചര്യം കാരണം നമുക്ക് ആ സമയത്ത് ജിമ്മ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല.
എനിക്കൊരു 1 ഇയർ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഈ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞു ഫ്ലഡ് വന്നൊരു ടൈമും കൂടെ ആയിരുന്നു. അപ്പം നമുക്ക് ക്ലയൻസൊക്കെ നല്ല കുറവായിരുന്നു, ഒരുപാട് കുറവായിരുന്നു. നമുക്ക് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ അവിടെ നമ്മൾ ജിമ്മ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തൊട്ടടുത്ത് തന്നെ ജഗതിയിലായിരുന്നു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2-3 സ്ഥലത്ത് നമുക്ക് മാറേണ്ടി വന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജിമ്മ് എന്ന് പറയുന്നത് എടപ്പഴിഞ്ഞിലാണ്. എടപ്പഴിഞ്ഞി SK ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ജിമ്മ് വരുന്നത്. ഇപ്പോഴും ലേഡീസ് ജിം തന്നെയാണ്. പിന്നെ ഒരു നമുക്ക് ഇനിയുള്ള കാലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി ചെയ്യും വീട്ടിലിപ്പോൾ ഹൗസ് വൈഫ് ആയാലും ശരി, വർക്കിംഗ് വുമൺസ് ആയാലും ശരി, ഒരുപാട് ജോലി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. ഇപ്പോൾ ഫോൺ വന്നതിന് ശേഷം എല്ലാവരും ഫോണിലാണ് മിക്ക ആൾക്കാരും ഫോണിൽ തന്നെയാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യണത്. അങ്ങനെ വീട്ടു ജോലി തന്നെ അവർക്ക് തീരെ കുറവാണ്. മിക്സി, ഗ്രൈൻഡർ ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ വന്നതിന് ശേഷം അവർ തീരെ കുറവാണ്. പിന്നെ ഫുഡിൻ്റെ രീതി എല്ലാം ഫാസ്റ്റ് ഫുഡും കൂടെ ആയപ്പോൾ ഇവർക്കത് ഫുഡ് പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരം കൂടെ ആണല്ലോ ലേഡീസിൻ്റെ. പൊതുവേ ലേഡീസ് എല്ലാവരും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഈ ആരോഗ്യം നോക്കാനുള്ള ടൈം സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മ് കേൾക്കുമ്പം ഈ ലേഡീസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിമ്മെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ജിമ്മ് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജിമ്മെന്ന് പറയുമ്പം നമുക്കൊരു എക്സസൈസ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ജിമ്മ്. ജിമ്മിനെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നമ്മളൊരു ക്ലയൻറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. അവരുടെ ഏജ് നോക്കും, അവരുടെ ജെൻഡർ നോക്കും, അവർ എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കും. നമ്മളിതെല്ലാം നോക്കിയിട്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നത് നമുക്കവർ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. വെയിറ്റ് ലോസ് ആയാലും ശരി, വെയിറ്റ് ഗെയിൻ ആയാലും ശരി, നമുക്കത് അവരുടെ ആ ഒരു നോക്കിയിട്ട് നമുക്ക് അവരുടെ ബോഡി നോക്കിയിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ക്ലയൻസ് വന്നാലും നമുക്ക് അത്ര പോരാ. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സർവീസ്, നല്ല രീതിയിലുള്ള സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലയൻസ് നമ്മൾ ജിമ്മിലോട്ട് പോവുള്ളൂ. അത് നമ്മൾ ഇപ്പം എല്ലായിടത്തും നമുക്ക് ഒരുപാട് ജിമ്മുണ്ട്. നമുക്കങ്ങനെ എല്ലായിടത്തും ഉള്ള ജിമ്മ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് ആ ഒരു സർവീസ് നല്ലതായിരിക്കണം. ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ആൾ. അപ്പം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നിയതും പിന്നെ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്തായിരുന്നു. ഞാൻ ഫിറ്റ്നസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റി, അവരെ ചെയ്യിപ്പിക്കാൻ പറ്റി, നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. അങ്ങനെ വരുന്ന ക്ലയൻസ് എല്ലാവരും നല്ല ഹാപ്പിയാണ്. നമ്മുടെ ഈ ഒരു കാലം എന്നല്ല, ഇനിയുള്ള കാലത്ത് നമുക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഏജും നമുക്ക് പ്രശ്നമല്ല. ഒരു കൊച്ചുകുട്ടി, ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കുട്ടിയായപ്പോലും അവർക്ക് നല്ല രീതിയിൽ വണ്ണമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഇല്ലാത്തത് തന്നെയാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസ് ഭയങ്കര ആരോഗ്യത്തോടെ ഇരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജെൻസിനെ പോലെ ആവും, നല്ല മസിൽ വെക്കും. അതുകൊണ്ടാണ് പലരും ജിമ്മിൽ പോകാത്തത്. നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസിലൊന്നും വെച്ച് നമ്മൾ ജെൻസിനെ പോലെ ആവുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ എക്സസൈസ്, ഫുഡ്, റെസ്റ്റ് ഇതെല്ലാം ആവുമ്പോൾ തന്നെ നമ്മൾ എന്താണോ റിസൾട്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കിട്ടും. ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ്. നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെക്കൊണ്ട് എന്തൊക്കെയോ പറ്റും അല്ലേ, നമ്മളെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ജിമ്മിൽ വന്നുകൂടാ, നമുക്ക് വെയ്റ്റ്സ് എടുത്തുകൂടാ, നമുക്ക് എക്സസൈസ് ചെയ്തുകൂടാ. പിന്നെ വേറെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് നെഗറ്റീവ് തരുന്നത്. ജിമ്മിൽ പോയി കഴിഞ്ഞ് നമ്മളിങ്ങനെ മസിൽ വെക്കും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒന്നും നമ്മൾ പോവാതിരിക്കാനുള്ള കാരണം കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്തുള്ളൊരു ചെറിയൊരു കുശുമ്പായിരിക്കാം. അവളിനി പോയി വെയിറ്റ് കുറയ്ക്കുമോ, ഇല്ലെങ്കിൽ അവൾ പോയിട്ട് നന്നാവോ, അല്ലെങ്കിൽ മസിൽ വെക്കുമോ. പക്ഷെ നമ്മൾ ഈ ബാക്കിയുള്ളവർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മളത് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ വർക്കൗട്ട് ആയാലും ശരി, ഡയറ്റ് ആയാലും ശരി, ഒരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ. നമ്മൾ സ്കൂളിൽ തന്നെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നാലേ നമ്മളത് കേൾക്കുള്ളൂ.
അതുപോലെ തന്നെയാണ് ഒരു കോച്ച് ഒരു ട്രെയിനർ എന്താണോ പറയുന്നത് അതുപോലെ കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് 2012 12 കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 ഇയർ ഞാൻ വെറുതെ നിൽക്കുമായിരുന്നു. ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കൊരു ചാൻസ് കിട്ടി, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാനുള്ളത്. അപ്പം എൻ്റെ ഒരു ടീച്ചറാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്, മീനു ടീച്ചർ പറഞ്ഞു, കാർത്തിക് ഇതുപോലെ ജിമ്മിലൊരു വാക്കൻസി ഉണ്ട്, കാർത്തിക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് വലിയ ഐഡിയ ഇല്ല, എനിക്ക് ജിമ്മിൽ നിൽക്കണം, ജിമ്മിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്തായാലും സ്പോർട്സിലുള്ളതല്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജിമ്മിൽ ഞാൻ പോയി. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ മൺഡേ മുതൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. മൺഡേ മുതൽ അങ്ങനെ ഞാൻ പോയി. അവിടെ തന്നെയായിരുന്നു ട്രെയിനിങ്. ജിമ്മ് കുറവങ്കോണത്ത് താൽവാക്കേഴ്സ് ജിം. അങ്ങനെ 3 മാസം ട്രെയിനിങ് അവിടെ തന്നെ ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ ആയിരുന്നു ജോലി. എനിക്ക് തോന്നുന്നു ഞാനൊരു 4 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ജിമ്മിൽ തന്നെ ട്രെയിനിങ്ങും ചെയ്തിട്ട് അവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്തു. ആദ്യം നോർമൽ ട്രെയിനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ട്രെയിനിങ് ആയി. ഇപ്പം ഞാനൊരു പേഴ്സണൽ ട്രെയിനറാണ്. അപ്പം ആ ടൈമിൽ നല്ല ടെൻഷനായിരുന്നു. ജിമ്മിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല, അത് പറഞ്ഞു തരാൻ ആരുമില്ല, അതിനെക്കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ല. എക്സസൈസൊക്കെ ചെയ്യുമെങ്കിലും നമ്മളത് ഏത് മസിലാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം അതൊന്നും നമുക്ക് പറയില്ല. സ്പോർട്സിൽ ജസ്റ്റ് ഓടിക്കോളൂ, റൺ ചെയ്യും അല്ലെങ്കിൽ ജമ്പ് ചെയ്യൂ, ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ. പിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കൂടെ നിന്ന് എല്ലാ സ്റ്റാഫ്സും എനിക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ ആ ഒരു ടെൻഷനൊക്കെ എനിക്ക് പിന്നെ പോയി. ഒരു ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം പോയി. അങ്ങനെ 4 വർഷം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം എനിക്കൊരു 2016 കല്യാണം. അപ്പം കല്യാണം വരെ ഞാനൊരു നല്ല മെലിഞ്ഞിട്ടായിരുന്നു. ഈ കാണുന്ന ഞാനല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. സ്പോർട്സിലായിരുന്നല്ലോ, അത് സ്പോർട്സ് കഴിഞ്ഞൊരു ടൈം ആയതുകൊണ്ട് നല്ല തീരെ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ 60 kg ഞാൻ ഉണ്ടായിരുന്നു. 60 കഴിഞ്ഞ് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഈ 60-ലായിരുന്നു ഞാൻ 80 വരെ പോയി. 20 kg എനിക്ക് അവിടെ ഗെയിനായി. അതിനുശേഷം എനിക്ക് തോന്നുന്നു നല്ല ബോഡി പെയിൻ. അറിയാലോ ഡെലിവറിക്ക് ശേഷം സാധാരണ എല്ലാ ലേഡീസും നല്ലപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ആവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് കാലിൽ നീര് വരും, ബാക്ക് ബോൺ പെയിൻ ആയിരിക്കും, ആങ്കിളിൽ പെയിൻ വരാം, ജോയിൻറ്റ് പെയിൻസ് വരാം, അങ്ങനെ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ആ ഒരു ടൈം എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ വണ്ണമൊക്കെ വെച്ചു. കുഞ്ഞൊക്കെ കുറച്ചൊന്ന് വലുതായതിന് ശേഷമാണ് വീണ്ടും ഞാൻ ട്രെയിനിങ്ങിലോട്ട് വരുന്നത് തന്നെ. പിന്നെ അതിന് ശേഷം പിന്നെയാണ് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായത്. കാരണം ഒരു ഡെലിവറിക്ക് മുന്നേ നല്ല ഫിറ്റായിരുന്നു, എക്സസൈസ് ഉണ്ടായിരുന്നു, തീരെ മെലിഞ്ഞിട്ടായിരുന്നു, എനിക്കൊരു ഹെൽത്ത് പ്രോബ്ലം ഇല്ലായിരുന്നു. ഈ ഒരു ഡെലിവറിക്ക് ശേഷം വന്ന ഹെൽത്ത് ഇഷ്യൂസാണ് എനിക്ക് കൂടുതലും. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിയത് തന്നെ. എനിക്കും ആ ഒരു ടൈം എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഒരു ജിമ്മ് തുടങ്ങി കുറേ നാളത്തേക്ക് എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഡിപ്രഷനായിരുന്നു ആ ഒരു ടൈമിൽ. എന്നെക്കൊണ്ട് ജിമ്മ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊരു ആൾക്കാർ പറഞ്ഞു തന്നു. ഫുൾ ഞാൻ ടോട്ടൽ ഭയങ്കര ഒരു ഡിപ്രഷനായി, എന്നെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ. അങ്ങനെ ഭയങ്കര ഡള്ളായിരുന്നു. എൻ്റെ ആ ഒരു ടൈമിലെ ഹോബി എന്ന് പറഞ്ഞാൽ തിന്നുക ഉറങ്ങുക, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഭയങ്കര ബോഡി ഷെയ്മിങ് ആയി. എന്നുവെച്ചാൽ ഒരു ട്രെയിനറായി നിന്നിട്ട് എനിക്ക് തന്നെ ഹെൽത്ത് പ്രോബ്ലംസ് വന്നാൽ എങ്ങനെ ഇരിക്കും അല്ലേ? നമ്മുടെ ഹെൽത്ത് നോക്കി നമ്മൾ ആദ്യം നല്ലതായാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഒരു പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ തന്നെ എന്നെ മാറ്റി. അപ്പം വരുന്ന ക്ലയൻറ്റ്സ് തന്നെ പറയാറുണ്ടായിരുന്നു, കാർത്തിക് എന്നാണ് ഇത്ര വണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി. കാരണം അത് പറഞ്ഞ് ശരിയാണല്ലോ. കാരണം നമുക്ക് ഇത്രയും വണ്ണമുണ്ട്, നമുക്ക് ഈ വണ്ണവും വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞ് നമ്മൾ ആരും വിശ്വസിക്കും ഇല്ല. അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ പിന്നെ കുറച്ച് എനിക്കൊരു വാശിയായി. കാരണം ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഞാനിങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനങ്ങ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാവണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്നൊന്നും വെയിറ്റ് കുറയൂല. എല്ലാവരും പറയും എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് നാളെ റിസൾട്ട് കിട്ടണം, ഒരിക്കലും കിട്ടൂല. നമ്മൾ കുറഞ്ഞതൊരു 3 മാസം നല്ലപോലെ വർക്കൗട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യും എന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല. ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അതുപോലെ അതനുസരിച്ച് നമുക്ക് വെയിറ്റ് കുറയുള്ളൂ. ചിലർക്ക് പെട്ടെന്ന് കുറയാം, ചിലർക്ക് കുറച്ച് ഡിലേ ആവാം.
എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം വരെ ഞാൻ വർക്കൗട്ട് ചെയ്താൽ എനിക്ക് വർക്കൗട്ട് കുറഞ്ഞില്ല. ഒന്ന്, നമ്മൾ ചുമ്മാ വർക്കൗട്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഒന്നാമത്തെ കാര്യം നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങുക. 2, നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ട്രെയിനർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു ട്രെയിനർ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള വർക്കൗട്ട് ചെയ്യും. ട്രെയിനർ ഇല്ലാതെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ചെയ്യുന്നതാണ്. നമുക്ക് 2 കാര്യങ്ങളുണ്ട്, ഒന്ന് ഗുണമുണ്ട്, ഒന്ന് ദോഷമുണ്ട്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്ര കെയർ ആയിട്ട് വേണം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഒരു ട്രെയിനറിനെ വെച്ചിട്ട് തന്നെ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇത് ഏത് ജിമ്മിലായാലും ശരി, ഒരു ട്രെയിനറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ബോഡിക്ക് ആവശ്യമുള്ള ആഹാരം മാത്രം കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ മാക്സിമം നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ പറഞ്ഞു തരുന്ന വർക്കൗട്ട് കറക്റ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ ബോഡി എന്ത് ചെയ്യും, ടയേർഡാകും. നമുക്ക് നല്ലൊരു ഉറക്കവും വേണം, നല്ലപോലെ റെസ്റ്റും വേണം. റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. വെയിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ആദ്യമേ നമ്മളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങണം. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് നാളെ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വരരുത്. പിന്നെ ചിലർ ആദ്യമേ വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരിക്കലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കല്ല. നിങ്ങൾക്കൊരു ടൈമുണ്ട്, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ മാത്രം വെയിറ്റ് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ വെയിറ്റ് എനിക്കൊരു 3-4 മാസം വരെ എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇതാണ് കാര്യം. അപ്പം ഞാനത് ഇറങ്ങിത്തന്നെ ഞാൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് ആ വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വെയിറ്റ് കുറഞ്ഞത്. അപ്പം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തെടുത്തത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കുറഞ്ഞത് ഒരു നല്ലൊരു റിസൾട്ട് വേണം. ഒന്നാമത്തെ കാര്യം നമ്മൾ പോകണം, ജിമ്മിൽ തന്നെ പോയി വർക്കൗട്ട് ചെയ്യുക. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ടും കിട്ടുള്ളൂ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു തരുള്ളൂ. നമ്മളൊരു കുറച്ച് നാളത്തേക്ക് നടക്കാം, വിഷയമല്ല. പക്ഷെ നമ്മുടെ ഓരോ പാർട്ടുണ്ടല്ലോ, ആ ഓരോ പാർട്ടിനും നമ്മൾ എക്സസൈസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ, ബോഡി ഷേപ്പ് ആവുള്ളൂ. വെയ്റ്റ്സിനെ കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെയ്റ്റ്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിക്കായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് കിട്ടുള്ളൂ. കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഗുണം കിട്ടൂല. എല്ലാവരും പറയും ട്രെഡ്മില്ലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നൊക്കെ. അതൊക്കെ വേസ്റ്റാണ്. നമ്മൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയാത്തത്? അത് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടും. ജിമ്മ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് അത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ നല്ല വണ്ണവും വെച്ചിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നതിൽ ആരും വിശ്വസിക്കില്ല. ആദ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 80 kg നിന്ന് 60 kg ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോട്ടിവേഷൻ, സെൽഫ് കെയർ, സെൽഫ് കോൺഫിഡൻസ് എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പം ഞാൻ മാത്രം ആരോഗ്യത്തോടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നെപ്പോലെ നിങ്ങളെല്ലാവരും എവിടെയൊക്കെ നിങ്ങളുടെ വീട്ടിനടുത്ത് ജിമ്മുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോയി ജോയിൻ ചെയ്യുക. പക്ഷെ കുറഞ്ഞത് നിങ്ങൾ 1 year കംപ്ലീറ്റ് ചെയ്യണം. 1 year നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഒരുപാട് വർക്കിംഗ് വുമൺസ് ഉണ്ട്. വർക്കിംഗ് വുമൺസിന് ഒരുപക്ഷെ ജിമ്മിൽ പോകാൻ പറ്റൂലായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ആ ഒരു എക്സസൈസിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം കണ്ടുപിടിക്കണം. ഏതെങ്കിലും രീതിയിൽ, ഇപ്പോൾ ജിമ്മിൽ തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല, ജിമ്മിൻ്റെ എക്സസൈസ് ചെയ്യാം, സ്കിപ്പിംഗ് ചെയ്യാം, സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ജസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഡെയിലി ഒരു അരമണിക്കൂർ അത്രയും മാത്രം മതി. അപ്പം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പോയി ഭയങ്കര ഹെവി വെയിറ്റ് എടുക്കണം, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ലേഡീസിനും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണം അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൂടുതൽ ജോയിൻ ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ളവരാണ്, ഓവർ വെയിറ്റ് ആയിട്ടുള്ളവരാണ് ജിമ്മിൽ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, ഡോക്ടർ പറയും ഓക്കെ നിങ്ങൾ ഏതെങ്കിലും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മുടെ ആൾക്കാർ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ അതുവരെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എന്തായാലും അറിയാം നമ്മൾ ഫുഡ് മാത്രം കഴിക്കുന്നു, വേറെ എക്സസൈസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് അറിയാം, നമ്മൾ വെയിറ്റ് വെക്കും, നമുക്ക് ആരോഗ്യം കാണൂല നമുക്കറിയാം. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഏതെങ്കിലും നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ജിമ്മിൽ പോയി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡി നമ്മൾ എപ്പോഴും സെറ്റാക്കി വയ്ക്കും. നമ്മുടെ കൂടെ അവസാനം വരെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ബോഡി മാത്രമേ കാണുള്ളൂ. നമ്മുടെ ഹെൽത്ത് നമുക്ക് കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ എക്സ്ട്രാ ടൈം കിട്ടാം. അപ്പോൾ ഞാൻ ആ ടൈം വേസ്റ്റ് ചെയ്യാതെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത്, എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എനിക്ക് പെയിൻറ്റിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ പെയിൻറ്റിങ് ചെയ്യാറുണ്ട്, ഫാബ്രിക് പെയിൻറ്റിങ്ങെല്ലാം ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആ ടൈം കൂടെ ഇപ്പം നമുക്കറിയാലോ ജിമ്മ് ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു വർക്കാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ പെയിൻറ്റിങ് കൂടെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശ്രീശാന്ത് ഏട്ടന് വന്നിട്ടുണ്ട്, സുബ്ബലക്ഷ്മി മാം, ഇവരൊക്കെയായിരുന്നു എൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കിട്ടുന്ന ടൈം ഞാൻ എന്തായാലും എൻ്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്തില്ല. എനിക്ക് കിട്ടുന്ന ടൈം ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിയിൽ എപ്പോഴും ബിസി ആയിരിക്കും, ആക്റ്റീവായിട്ടിരിക്കും. ബേസിക്കലി ഞാൻ തമിഴാണ്. എൻ്റെ അച്ഛൻ തിരുനെൽവേലിയാണ് അച്ഛൻ്റെ സ്ഥലം. അമ്മ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ ഇവിടെ സെറ്റിലായതാണ്. അപ്പം എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും വന്നിട്ട് തന്നെ 47-48 വർഷമായി ട്രിവാൻഡ്രത്ത് വന്നിട്ട്. അച്ഛൻ ട്രിവാൻഡ്രത്ത് റെയിൽവേയിലായിരുന്നു ജോലി ചെയ്ത്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അമ്മ ഹൗസ് വൈഫ്. എൻ്റെ വീട്ടിൽ ഞാനാണ് ഏറ്റവും മൂത്ത ആൾ. എനിക്ക് ഇനി 3 അനിയത്തിമാരുണ്ട്. 3 അനിയത്തിമാരും 2 അനിയന്മാരും ഉണ്ട്. അപ്പം അതിൽ ഞങ്ങൾ 3 പേരുടെ കല്യാണം കഴിഞ്ഞു. ഇനി 2 അനിയനും 1 അനിയത്തിയും ഉണ്ട്. പിന്നെ എനിക്കൊരു മോളുണ്ട്, അവൾക്ക് 7 വയസ്സായി, അതിത്രി കൃഷ്ണ. അവളും കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അപ്പം എനിക്ക് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ലേഡീസും ഭയങ്കര ആക്റ്റീവായിരിക്കണമെന്നാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ മാത്രം ആക്റ്റീവായ പോരാ, എൻ്റെ ചുറ്റുമുള്ള എല്ലാ ലേഡീസും ഭയങ്കര ആക്റ്റീവായിരിക്കണം, ഭയങ്കര ആരോഗ്യത്തോടെ ഇരിക്കണം, അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം വരാൻ പാടില്ല. അപ്പം എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാക്സിമം നിങ്ങൾക്ക് വെറുതെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഒരുപാട് ടൈം കിട്ടും. ആ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എന്താണ് പറ്റും, നിങ്ങളുടെ ആ ഒരു കഴിവുണ്ടല്ലോ അത് പുറത്ത് കൊണ്ടുവരിക. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു സക്സസ്സിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. എനിക്ക് ഈ ഒരു ഫീൽഡിൽ എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എൻ്റെ ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് പറഞ്ഞ് എങ്ങനെ തരാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും നല്ലപോലെ ആരോഗ്യത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ടൈം വെറുതെ സ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം. അത് എന്തും ആവാം.